പ്രോപ്പർട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് അൺകൗണ്ടബിലിറ്റി ഓഫ് ആർ പ്രൂവ് ചെയ്യും. അതിനുശേഷം വേറെയൊരു മെത്തേഡ് വിച്ച് ഇസ് നോൺ ആസ് കാൻഡേഴ്സ് പ്രൂഫ്, അതും നമ്മളിവിടെ പഠിക്കും. സോ നമുക്ക് തിയറത്തിലേക്ക് കടക്കാം. ആർ ഈസ് ആൻ അൺകൗണ്ടബിൾ സെറ്റ്. അപ്പം നമ്മളിത് ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ്. നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എസ് കൗണ്ടബിൾ ആണെങ്കിൽ ടി സബ്സെറ്റ് ഓഫ് എസ് കൗണ്ടബിൾ ആയിരിക്കും. ഒരു കൗണ്ടബിൾ സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളും കൗണ്ടബിൾ ആയിരിക്കും. അതുപോലെ ടി അൺകൗണ്ടബിൾ ആണെങ്കിൽ, സബ്സെറ്റ് അൺകൗണ്ടബിൾ ആണെങ്കിൽ സൂപ്പർ സെറ്റും അൺകൗണ്ടബിൾ ആയിരിക്കും എന്ന് നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ആ റിസൾട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ആർ ഈസ് ആൻ അൺകൗണ്ടബിൾ സെറ്റ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു സബ്സെറ്റായിട്ടുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ഞാൻ എടുക്കണു. അത് അൺകൗണ്ടബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. സോ ഇഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ഇസ് അൺകൗണ്ടബിൾ, അതിലും വലുതാണ് ആർ, അതുകൊണ്ട് ആറും അൺകൗണ്ടബിൾ ആയിരിക്കും. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം. ആൻഡ് നമ്മളിതിന് ഉപയോഗിക്കുന്നത് നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്താണ് നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി എന്ന് ഓർക്കുക. ഇഫ് സീക്വൻസ് IN ഈസ് എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് ഇൻ R, then there exists a psi element of R such that psi element of IN for all n element of natural numbers. അതായത് ഇഫ് ദ നെസ്റ്റഡ് സീക്വൻസ്, നമ്മുടെ നെസ്റ്റഡ് സീക്വൻസിലുള്ള എല്ലാ ഇൻ്റർവെൽസും ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണെങ്കിൽ അവരുടെ ഇൻ്റർസെക്ഷൻ നോൺ എംപ്റ്റി ആയിരിക്കും. ഇൻ്റർസെക്ഷനിൽ ഒരാളെങ്കിലും ഉണ്ടായിരിക്കും. ഇതാണ് നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി പറയുന്നത്. അതുപയോഗിച്ചാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 കൗണ്ടബിൾ ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 അൺകൗണ്ടബിൾ ആണെന്നാണ്. വി ആർ അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഈസ് കൗണ്ടബിൾ. അപ്പോൾ കൗണ്ടബിൾ ആണെങ്കിൽ എന്തായാലും ഇത് ഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റല്ല ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 എന്ന് പറയുന്നത്. കൗണ്ടബിൾ ആണെങ്കിൽ അപ്പോൾ അത് ഡെന്യൂമറബിൾ ആയിരിക്കും. സോ വി ഹാവ് എ 1-to-1 കറസ്പോണ്ടൻസ് വിത്ത് നാച്ചുറൽ നമ്പേഴ്സ്. ദർ ഈസ് എ ബൈജക്ഷൻ ബിറ്റ്വീൻ ദ സെറ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 ആസ് x1, x2, x3, etc., xn, etc. എപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 കൗണ്ടബിൾ ആണെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. സോ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 ഇതുപോലെ എഴുതി, കാരണം നമ്മുടെ ഇപ്പോഴത്തെ അസംഷൻ അത് കൗണ്ടബിൾ ആണെന്നാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ I എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 ഇതാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 എന്ന് കരുതുക. ഇതിൽ ആദ്യത്തെ എലമെൻറ്റ് x1 എവിടെയോ ഉണ്ട്. ഇനി നമ്മൾ Iൻ്റെ ഒരു ക്ലോസ്ഡ് സബ് ഇൻ്റർവെൽ എടുക്കാൻ പോവുകയാണ്. ഈ ക്ലോസ്ഡ് സബ് ഇൻ്റർവെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ക്ലോസ്ഡ് സബ് ഇൻ്റർവെല്ലിൽ x1 ഉണ്ടാവരുത്. സോ x1 ഇതാണ്. അപ്പോൾ x1 ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് വേണമെങ്കിൽ I1 എന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കാം. സോ ഇതായിരുന്നു നമ്മുടെ I. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് I1. ഓക്കെ, ഇനി അടുത്ത എലമെൻ്റ് എടുക്കണു x2 ചിലപ്പോൾ I1ൻ്റെ പുറത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ I2 ആയിട്ട് എനിക്ക് I1 തന്നെ എടുക്കാം. ഇനി അതല്ല x1 എന്ന് പറയണത് I1ൻ്റെ ഉള്ളിലാണ്. സോ x1 അല്ല x2 I1ൻ്റെ ഉള്ളിലാണെങ്കിൽ x2വിനെ കണ്ടെയ്ൻ ചെയ്യാത്ത രീതിയിൽ വേറെ ഒരു ക്ലോസ്ഡ് സബ് ഇൻ്റർവെൽ I1ൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. ഇതാണ് I2. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നോക്കുക എന്താണ് ചെയ്യണേന്ന്. സെലക്ട് എ ക്ലോസ്ഡ് സബ് ഇൻ്റർവെൽ I1 of I such that x1 is not in I1. x1 I1ൽ ഉണ്ടാവരുത്. അതുപോലെ സെലക്ട് എ ക്ലോസ്ഡ് ഇൻ്റർവെൽ I2 എലമെൻ്റ് ഓഫ് I2 സബ്സെറ്റ് ഓഫ് I1 such that x2 is not in I2. ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് പറയാം we can select a closed interval IN plus 1 in IN such that xn plus 1 is not in IN plus 1 for each n element of n. അപ്പോൾ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഈ INകൾ ചൂസ് ചെയ്യുന്നത്?
INകൾ ചൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഐൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ I1 എടുത്തിരിക്കുന്നത്. I1ൻ്റെ ഉള്ളിൽ നിന്നാണ് I2നെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് I3. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇവിടെ എവിടെയോ ഒരു IN ഉണ്ട്. ആ INൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ IN+1നെ എടുക്കേണ്ടത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പ്രത്യേകത I1ൽ X1 ഉണ്ടാവരുത്, I2ൽ X2 ഉണ്ടാവരുത്, I3ൽ X3 ഉണ്ടാവരുത്. സോ ഇൻ ജനറൽ XN എന്ന് പറയുന്നത് INൽ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല ഈ എല്ലാ ഇൻ്റർവെൽസും ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ആണ്. ഇവിടെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 നിന്നാണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 ബൗണ്ടഡ് ഇൻ്റർവെലാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സബ് ഇൻ്റർവെൽസും ബൗണ്ടഡ് ആയിരിക്കും. സോ ബൗണ്ടഡ്നെസ് ഇവിടെ ഉണ്ട്, എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. സോ നമ്മുടെ സീക്വൻസ് ഇതിപ്പോൾ എന്ത് സീക്വൻസ് ആയി? ദിസ് ഈസ് എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ്. വി ഹാവ് എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ്. സോ നമ്മുടെ നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി പ്രകാരം there exists some psi element of in such that there exists a psi which is an element of in for all n element of n. അതായത് ഈ psi എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷൻ ഓഫ് INൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്ന എല്ലാ INകളും ആത്യന്തികമായിട്ട് ഈ I എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? എല്ലാ INകളും Iൻ്റെ ഉള്ളിലാണ്. സോ ഇവരുടെ ഇൻ്റർസെക്ഷനും Iയുടെ ഉള്ളിലായിരിക്കുമല്ലോ. അപ്പോൾ ഈ psi എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷനിലുണ്ടെന്ന് പറഞ്ഞു. സോ psi എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും? psi വിൽ ബി ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1. ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1നെ നമ്മൾ എങ്ങനെ എഴുതിയിരിക്കണേ? X1, X2, X3 ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കണത്. സോ ഇതിലേതെങ്കിലും ഒരാളായിരിക്കണം psi എന്ന് പറയുന്നത്. ഇതിൽ ആരാണ് psi എന്ന് നമുക്കൊന്ന് നോക്കാം. psi X1 ആണോ? അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ X1 I1ലില്ല. psiയോ? psi എല്ലാ INലും ഉണ്ട്. psi എലമെൻ്റ് ഓഫ് IN ഫോർ ഓൾ n. പക്ഷേ X1 I1ലില്ല. അപ്പോൾ psi എന്ന് പറയണത് X1 ആവില്ല. ഇനി psi X2 ആണോ? അതുമല്ല. കാരണം X2 I2വിലില്ല. പക്ഷെ psi I2വിലുണ്ട്. എല്ലാ INലും ഉണ്ട് എന്ന് പറയുമ്പോൾ I2വിലുണ്ടല്ലോ. സോ psi എന്ന് പറയുന്നത് X2 ആവാനും പറ്റില്ല. ഇതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ psi XN ആണോ? അല്ല. കാരണം XN INലില്ല. പക്ഷെ psi എല്ലാ INലും ഉണ്ട്. ക്ലിയർ? സോ ചുരുക്കി പറഞ്ഞാൽ psi നോട്ട് ഈക്വൽ ടു XN ഫോർ എനി n എലമെൻ്റ് ഓഫ് n. ഓക്കെ, അപ്പോൾ psi എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയ ആ എന്യൂമറേഷനിൽ X1, X2, X3, XN എന്ന് പറഞ്ഞ് എഴുതിയില്ലേ, അതിലെ ഒരാളുമല്ല psi. പക്ഷേ psi എന്ന് പറയണത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതാണ്, ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 ഇതാണ്. psi ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 പക്ഷേ ഈ കളക്ഷനിൽ ഇല്ല. psi ഈസ് നോട്ട് ഇൻ ദിസ് കളക്ഷൻ. പക്ഷേ psi ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 അപ്പോൾ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഈക്വൽ ആവാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇത് കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് R ഇസ് കൗണ്ടബിൾ എന്നുള്ള അസംഷൻ തെറ്റാണ്. സോ ഇറ്റ് ഈസ് അൺകൗണ്ടബിൾ. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 അൺകൗണ്ടബിൾ ആണെങ്കിൽ നാച്ചുറലായിട്ട് അതിൻ്റെ സൂപ്പർ സെറ്റ് ആയിട്ടുള്ള ആറും അൺകൗണ്ടബിൾ ആണ്. അപ്പം ഇങ്ങനെയാണ് നെസ്റ്റഡ് ഇൻ്റർവെൽസ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 അൺകൗണ്ടബിൾ ആണ്, അതായത് R അൺകൗണ്ടബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നത്. ഇതൊരു രീതി. ഇനി ഇതേ തിയറം തന്നെ, അതായത് R ഈസ് അൺകൗണ്ടബിൾ എന്നുള്ളത് നമുക്ക് വേറെ ഒരു രീതിയിലും കൂടി പ്രൂവ് ചെയ്യാം. ഇവിടെയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 അൺകൗണ്ടബിൾ ആണെന്ന് തന്നെയാണ് ഇവിടെയും കാണിക്കാൻ പോകുന്നത്. ഇതിനെ ക്യാൻഡേഴ്സ് പ്രൂഫ് എന്നാണ് പറയുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡിന്. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം നോട്ട് ചെയ്യണം. എനി റിയൽ നമ്പർ x ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 has a decimal representation like
x ഈക്വൽ ടു 0.b1 b2 b3 എക്സെട്ര വെറി ബി ഐ എന്ന് പറയുന്നത് 0 1 2 3 എക്സെട്ര അപ് ടു 9 ഈ 10 നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരാളായിരിക്കും ബി ഐ എന്ന് പറയുന്നത്. അത് എഴുതാൻ പറ്റുമോ? നമുക്ക് നോക്കാം. 1നെ എങ്ങനെ എഴുതും? അപ്പോൾ 1നെ നമ്മൾ 0.9999 എക്സെട്ര എന്ന് എഴുതണം. അടുത്ത ലൈവ് ക്ലാസ്സിൽ 1 is equal to 0.999 എക്സെട്ര എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാം. ദെൻ 0 എന്നുള്ളതിനെ 0.00000 എക്സെട്ര എന്ന് പ്രൂവ് ചെയ്യാം. 1/2 ആണെങ്കിൽ ഒന്നുകിൽ എനിക്കതിനെ 0.50000 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.499999 എക്സെട്ര എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1ലുള്ള ഏത് റിയൽ നമ്പർ എടുത്താലും അതിനെ നമുക്ക് 0 സംതിങ് എന്നുള്ള ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, വീണ്ടും നമ്മൾ കഴിഞ്ഞ പ്രൂഫിലെ പോലെ തന്നെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 കൗണ്ടബിൾ ആണ് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ അതിനെ നേരത്തെ എഴുതിയ പോലെ x1 x2 x3 എക്സെട്ര xn എക്സെട്ര എന്ന് പറഞ്ഞ് നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1നെ എഴുതാൻ പറ്റും. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞത് പ്രകാരം ഏത് റിയൽ നമ്പർ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 നിന്ന് എടുത്താലും അതിനെ 0 സംതിങ് ഫോമിൽ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x1നെ നമുക്ക് അതുപോലെ എഴുതാൻ പറ്റും. സോ x1 ഈക്വൽ ടു 0 സം b11 b12 b13 എക്സെട്ര b1n എക്സെട്ര. x2നെ നമുക്ക് വീണ്ടും 0 സം b21 b22 b23 b2 എക്സെട്ര b2n എക്സെട്ര ഇതുപോലെ എഴുതി പോവാം. ഇൻ ജനറൽ xnനെ 0.bn1 bn2 bn3 എക്സെട്ര bnn എക്സെട്ര എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി പോവാം. ഇതിൽ ഈ ബി ഐ ജെകൾ എവിടുത്തെ ആൾക്കാരാണ്? എല്ലാ ബി ഐ ജെകളും 0 1 എക്സെട്ര 9 വരെയുള്ളതിൽ ആരൊക്കെയോ ആണ്. ഇനി ഞാനൊരു നമ്പർ ഡിഫൈൻ ചെയ്യാണ്. y ഈക്വൽ ടു 0.y1 y2 y3 എക്സെട്ര yn എക്സെട്ര. അപ്പോൾ ഈ ഫോമിൽ എഴുതണം എന്നുണ്ടെങ്കിൽ എന്തായാലും അത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1ലുള്ള ആളായിരിക്കണം. 0 സംതിങ് എന്ന് പറയുമ്പോൾ 0നേക്കാൾ വലുതാണ്, എന്നാൽ 1ൽ എത്തിയിട്ടുമില്ല. അപ്പോൾ പിന്നെ അത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1ലുള്ള ഒരാളെയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഈ y1 y2 എക്സെട്ര yn എക്സെട്ര എന്ന് പറഞ്ഞല്ലോ. ഈynകളെ ഞാൻ എങ്ങനെ ചൂസ് ചെയ്തിരിക്കണേ നോക്കുക. ഫസ്റ്റ് ഐ ചൂസ് y1. ഈ y1 ചൂസ് ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നത് ഈ b11 എന്നുള്ള എലമെൻറ്റിനെയാണ്. ഈ b11 0 തുടങ്ങി 9 വരെയുള്ള ആരോ ആണല്ലോ. അപ്പോൾ ഞാൻ 0 തുടങ്ങി 9 വരെയുള്ള ആ സെറ്റിനെ, അതിൽ 10 ആൾക്കാരുണ്ട്, അവരെ 2 കഷ്ണങ്ങളാക്കി, 2 പാർട്ടീഷൻസ് ആക്കി. അപ്പോൾ ഇഷ്ടമുള്ള പോലെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 0 1 2 3 4 ആദ്യത്തെ പാർട്ടീഷനും 5 6 7 8 9 അടുത്ത പാർട്ടീഷനും ആക്കി എടുത്തു. ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈവൻ നമ്പേഴ്സ് ഒരെണ്ണം ഓഡ് നമ്പേഴ്സ് ഒരെണ്ണം എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കൃത്യം 5 5 ആയിട്ട് തന്നെ വേണമെന്നില്ല. 0 1 2 ഒരു സെറ്റായിട്ടും 3 4 എക്സെട്ര 9 അടുത്ത സെറ്റായിട്ടും ഒക്കെ എടുക്കാം. ഇഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പോൾ എനിവേ ഞാനിപ്പോൾ ഈക്വൽ നമ്പേഴ്സ് ഉള്ള രീതിയിൽ 0 1 2 3 4ഉം 5 6 7 8 9ഉമായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് y1 ആരാണെന്ന് പറയാൻ പോവാണ്. ഓക്കെ, ഈ y1നെ ഞാൻ ഇങ്ങനെയാണ് എടുക്കാൻ പോണേ. b11 എന്ന് പറയുന്ന എലമെൻറ്റ് ആദ്യത്തെ പാർട്ടീഷനിലാണെങ്കിൽ ഞാൻ y1നെ രണ്ടാമത്തെ പാർട്ടീഷനിൽ നിന്ന് ചൂസ് ചെയ്യും. അതായത് b11 0 1 2 3 4 ഇതിലേതെങ്കിലും ആണെങ്കിൽ ഐ വിൽ ടേക്ക് y1 ആസ് 5 6 7 8 9 ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, സോ y1 ഈക്വൽ ടു, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, 5 എന്ന് എടുക്കാം കേട്ടോ. 5 y1 ഈക്വൽ ടു 5 ഇഫ് b11 എന്ന് പറയണത് 0 തുടങ്ങി 4 വരെയുള്ളതിലാണെങ്കിൽ. ഇനി അതല്ല, b11 എന്ന് പറയുന്നത് രണ്ടാമത്തെ പാർട്ടീഷനിലാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ y1 ആയിട്ട് ഞാൻ ആദ്യത്തെ പാർട്ടീഷനിലത്തെ ആരെങ്കിലും എടുക്കുക. സോ ഞാനിവിടെ 0 എടുക്കാം. ആരെങ്കിലും എടുത്താൽ മതി. സോ ഐ എം ടേക്കിംഗ് 0 തന്നെ എടുക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 2 3 4 ഏത് വേണമെങ്കിലും എടുക്കാം. ഇഫ് എപ്പോഴാണ് നമ്മൾ 0 എന്ന് എടുത്തത്? b11 രണ്ടാമത്തെ പാർട്ടീഷൻ
5 തുടങ്ങി 9 വരെയുള്ള ഈ നമ്പേഴ്സിൽ ആരെങ്കിലും ആണെങ്കിൽ. അപ്പോൾ ഒരു കാര്യം ഇവിടെ ഉറപ്പാണ്, y1ഉം b11ഉം സെയിം ആവുമോ? ഇല്ല. കാരണം b11 ഫസ്റ്റ് പാർട്ടീഷനിലാണെങ്കിൽ y1 സെക്കൻഡ് പാർട്ടീഷനിലാണ്, b11 സെക്കൻഡ് പാർട്ടീഷനിലാണെങ്കിൽ y1 ഫസ്റ്റ് പാർട്ടീഷനിലാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, y1 എന്ന് പറയുന്നത് b11 അല്ല. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, ഐ വിൽ ഡിഫൈൻ y2. ഹാവ് ടു ഡിഫൈൻ വാട്ട് ഇസ് y2. ഈ y2നെ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. y2 ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാൻ ഈ b22വിനെയാണ് നോക്കാൻ പോകുന്നത്. b22 ഫസ്റ്റ് പാർട്ടീഷനിലാണെങ്കിൽ ഞാൻ y2വിനെ സെക്കൻഡ് പാർട്ടീഷനിൽ നിന്ന് എടുക്കും. b22 സെക്കൻഡ് പാർട്ടീഷനിലാണെങ്കിൽ y2വിനെ ഫസ്റ്റ് പാർട്ടീഷനിൽ എടുക്കും. സോ ഹിയർ ഐ എം ടേക്കിംഗ് y2 ഈസ് ഈക്വൽ ടു 5 ഇഫ് b22 എന്ന് പറയുന്നത് 0 to 4 ഉണ്ടെങ്കിൽ. ഇനി b22 5 തുടങ്ങി 9 വരെയുള്ള ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഈ y2 എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടീഷനിൽ നിന്ന് എടുക്കണം. സോ ഫസ്റ്റ് പാർട്ടീഷനിൽ നിന്ന് ഞാൻ 0 എടുത്തു. ഇനി y3 ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ b33യെ നോക്കണം. അപ്പോൾ b33 ഫസ്റ്റ് പാർട്ടീഷനിലാണെങ്കിൽ y3യെ സെക്കൻഡ് പാർട്ടീഷനിൽ നിന്ന് എടുക്കുക, b33 സെക്കൻഡ് പാർട്ടീഷനിലാണെങ്കിൽ y3യെ ഫസ്റ്റ് പാർട്ടീഷനിൽ നിന്ന് എടുക്കുക. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും 0.y1 y2 എക്സെട്ര എന്നുള്ള ഫോമിലാണ് ഈ yn-കളെല്ലാം നമുക്ക് 0 to 9 ആരോ ആണ്. അപ്പോൾ അതുകൊണ്ട് y ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 ഒരു എലമെൻ്റ് ആണ്. ഇനി ഈ y x1 ആണോ? y x1 ആവണമെന്നുണ്ടെങ്കിൽ y-ൻ്റെയും x1-ൻ്റെയും ഫസ്റ്റ് പൊസിഷൻ സെയിം ആയിരിക്കണം. പക്ഷേ y-ൻ്റെയും x1-ൻ്റെയും ഫസ്റ്റ് പൊസിഷൻ സെയിം അല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. y1 നോട്ട് ഈക്വൽ ടു b11 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? y x1 അല്ല, നോ, y ഇസ് നോട്ട് ഈക്വൽ ടു x1. y x2 ആണോ? അതും അല്ല. കാരണം സെക്കൻഡ് പൊസിഷനിൽ രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. y2 നോട്ട് ഈക്വൽ ടു b22. അപ്പോൾ പിന്നെ y-ക്കും x2-വിനും ഈക്വൽ ആവാൻ പറ്റില്ല. ഇതുപോലെ പ്രൊസീഡ് ചെയ്ത് പോകണോ? y xn ആവുമോ? ഇല്ല. കാരണം y-ൻ്റെ nth പൊസിഷൻ yn-ഉം bn-നും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് y-ക്ക് xn ആവാനും പറ്റില്ല. ദസ് y നോട്ട് ഈക്വൽ ടു xn for any n element of natural numbers as they differ in the nth decimal place. അപ്പോൾ y x1 അല്ല, x2 അല്ല, എക്സെട്ര xn അല്ല, ഇവരാരും അല്ല. പക്ഷേ y ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 is equal to x2 x3 x4 എക്സെട്ര xn എക്സെട്ര. അപ്പോൾ വീണ്ടും നമ്മളൊരു കോൺട്രഡിക്ഷനിലെത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 ഈ രീതിയിൽ എഴുതാൻ പറ്റില്ല. കാരണം ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 കൗണ്ടബിൾ ആണ് എന്നുള്ള നമ്മുടെ അസംഷൻ തെറ്റാണ്. മീൻസ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 is അൺകൗണ്ടബിൾ. ഇനി ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 സൂപ്പർ സെറ്റാണ് R. അപ്പോൾ Rഉം അൺകൗണ്ടബിൾ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ R അൺകൗണ്ടബിൾ ആണ് എന്ന് രണ്ട് രീതിയിൽ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് പ്രൂഫും നോക്കുക. ചിലപ്പോൾ നമ്മളോട് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് നെസ്റ്റഡ് ഇൻ്റർവൽസ് പ്രോപ്പർട്ടി, ഡെഡ്യൂസ് ദാറ്റ് R ഈസ് ആൻ അൺകൗണ്ടബിൾ സെറ്റ് എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എക്സാമിന് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നെസ്റ്റഡ് ഇൻ്റർവൽസ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ള പ്രൂഫ് വേണം നിങ്ങൾ കൊടുക്കാൻ. പ്രത്യേകിച്ചൊന്നും പറയാതെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് നെസ്റ്റഡ് ഇൻ്റർവൽസ് പ്രോപ്പർട്ടി എന്നാണെങ്കിൽ, നെസ്റ്റഡ് ഇൻ്റർവൽസ് പ്രോപ്പർട്ടി അല്ല, പ്രൂവ് ദാറ്റ് R ഈസ് അൺകൗണ്ടബിൾ എന്ന് വെറുതെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രൂഫാണോ ഇഷ്ടം ആ പ്രൂഫ് എഴുതാം. ഇനി അതല്ല ക്യാൻഡേഴ്സ് പ്രൂഫ് തരാൻ പറയുകയാണെങ്കിൽ രണ്ടാമത്തെ പ്രൂഫ് തന്നെ എഴുതണം. അപ്പോൾ രണ്ട് പ്രൂഫും പഠിച്ചിരിക്കണം. ഇന്ന പ്രൂഫ് വേണം എന്ന് പ്രത്യേകം പറയാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൂഫ് എഴുതാം. അല്ലാത്ത സമയത്ത് ഏത് പ്രൂഫാണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെ കൊടുക്കണം. ഇതോടുകൂടി ഇൻ്റർവെൽസ് എന്നുള്ള നമ്മുടെ സെക്ഷൻ അവസാനിക്കുകയാണ്.
മാത്രമല്ല നമ്മുടെ സിലബസിലെ നമ്മുടെ കോഴ്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളും ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളായിരിക്കും, സീക്വൻസസ്.